എല്ലാവർക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും വിനീതമായ നമസ്കാരം. പിയിലേക്കുള്ള യാത്ര നമുക്ക് അതിൻ്റെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം അല്ലേ രവിയേട്ട? അപ്പം നമുക്ക് കളിയച്ഛൻ എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്ത കവിതകളെ കുറിച്ച് നമുക്ക് അപ്പം അതിനൊരു മുഖവുരമാണല്ലോ, അത് രവിയേട്ടൻ പറയണം. കളിയച്ഛൻ പിയുടെ ഏറ്റവും സുന്ദരമായ കൃതിയാണ്. ഒറ്റപ്പാലം 1953 നടന്ന ഒറ്റപ്പാലം സാഹിത്യ പരിഷത്തിൽ വായിച്ച കവിതയാണിത്. തലേന്നാള് രാത്രി ഒറ്റ രാത്രി കൊണ്ട് എഴുതി തീർത്ത കവിതയുമാണ് സാമാന്യം നീണ്ട ആ കവിത. ആ കവിത വായിച്ച ഉടനെ തന്നെ മാതൃഭൂമി അന്നത്തെ പത്രാധിപരായിരുന്ന NE കൃഷ്ണവാര്യർ ആ കവിത വായിച്ച് ഇത് എനിക്കുള്ളതാണെന്നും പറഞ്ഞ് മേടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറഞ്ഞത് എക്കാലവും നിലനിൽക്കേണ്ട ഒരു കവിതയാണ് കളിയച്ഛൻ എന്നാണ്. കളിയച്ഛനിൽ കവി താൻ ചെയ്യാത്ത ചില കുറ്റങ്ങൾ കയറ്റി പറയുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം അത്രക്കൊന്നും തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നു നമുക്കൊന്നും അനുഭവപ്പെടുന്നില്ല. തൻ്റെ ചെറിയ തെറ്റ് പോലും ഏറ്റവും വലിയ തെറ്റായി കണ്ടുകൊണ്ട് താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുവെന്നും അക്ഷന്തവ്യമാണെന്നും അതിന് പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരം തേടുന്ന കവിയാണ് കുഞ്ഞിരാമൻ നായർ. പാപബോധത്തിൻ്റെയും അതിൽ നിന്ന് വിമുക്തി നേടാനുള്ളതിൻ്റെ സമർത്ഥനത്തിൻ്റെയും കവിതയാണ് കളിയച്ഛൻ. 1953 ഈ കവിത രചിച്ചത്. അന്ന് ഒറ്റപ്പാലം സാഹിത്യ പരിഷത്തിൽ വെച്ചുള്ള സമ്മേളനത്തിലാണ് കവിയുടെ കവിത സമ്മേളനം. തലേന്നാൾ വരെ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ടായിരുന്നില്ല. തലേനാളത്തെ ഒറ്റ രാത്രിയുടെ മെഴുകുതിരി വെട്ടത്തിൽ എഴുതി എന്നാണ് പറയുന്നത്. ആ കവിത ആരെക്കുറിച്ചുള്ള കവിതയാണ്? തൻ്റെ ഒരു കുറ്റബോധത്തിൻ്റെ കവിതയാണ്. താൻ എന്തൊക്കെയോ പാവങ്ങളും കുറ്റങ്ങളും ചെയ്തു എന്നാണ് കവി പറയുന്നത്. ആ കുറ്റം ആരോടായിരിക്കാം? അച്ഛനോടായിരിക്കാം, ഗുരുനാഥനോടായിരിക്കാം, സാക്ഷാൽ ജഗൽ പിതാവിനോടും ആയിരിക്കാം. ഇവരോട് എല്ലാവരോടും കൂടിയതും ആയിരിക്കാം. അതിന് പരിഹാരം എന്താണ് എന്ന് തേടിക്കൊണ്ട് നടക്കുകയാണ് കവി. അങ്ങനെയുള്ള ഒരു എല്ലാവർക്കും ദുർഗ്രഹമായ ഒരു കവിതയാണ് കളിയച്ഛൻ. നമുക്കത് അവതരിപ്പിക്കാനുള്ള ശ്രമം. ഇത് അദ്ദേഹം സ്വന്തം ഒരു കഥകളി നടനായിക്കൊണ്ടാണ് അത്. അപ്പൊ നമുക്ക് കഥകളി സംഗീതം പോലെ വളരെ സന്തോഷം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് കവിതയിലേക്ക് പ്രവേശിച്ചാലോ രവിയേട്ട? കിടക്കാം. അപ്പൊ നമുക്കതിന് ജനസമക്ഷത്തിന് ആ ഒരു പുസ്തകം കാണണമല്ലോ. ജനങ്ങളത് ഒന്നുകൂടി എല്ലാവർക്കും അറിയാം, എങ്കിലും എല്ലാവരുടെ മനസ്സിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അവാർഡ് കളിയച്ഛനാണ്. അത് ശരി. പിന്നീട് അദ്ദേഹത്തിൻ്റെ താമരത്തോണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടി. ആദ്യത്തെ കേരള അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് കളിയച്ഛനാണ്. ഞാൻ മൗന ശില്പം കടിക്കോപ്പൂ പുതുക്കുഗന്ധാനന്ദ ഹേമന്ദ സന്ധ്യകൾ ചൊൽകിലും വിണ്ടത വേറിയ കരകൾ നിൻകളി വീണ്ടും മരങ്ങേറുക എന്നറിയിക്കലും
പൊന്നിൻ മലരു തരികന്നു പൊന്നിൻ മലരു തരികന്നു ഉഷസ്സുകൾ തങ്ങൾ കുറിപ്പുകൾ വീണ്ടും മയക്കേലും സോത്സാഹമരായുകെന്നു നിരന്തര പ്രോത്സാഹന മലയാളിയെ കേട്ടിലും ആശ മനോജ്ഞ കവനമതി കൊടും ക്ലേശ നിരാശയെന്നറു പാടിയിടും ഒക്കിലും കളിവട്ടത്തിലൊത്തു കളിക്കുവാൻ ഒരുപാട് വരികളുണ്ട്. പക്ഷെ നമുക്ക് അത് അടുത്ത ഭാഗമായിട്ട് പാടാം അല്ലേ? ഭാഗങ്ങളായിട്ട് പാടാം. വളരെ നന്നായിട്ടുണ്ട്. ശരിയായോന്ന് അറിയില്ല. ഇത് ഈ കവിത പല തരത്തില് പല വൃത്തങ്ങളിൽ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും കഥകളിയുടെ ആ ഒരു പരിപ്രദർശനത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ അതിന്റെ മേന്മയാണ്. അതെ, വളരെ